അപ്പച്ചി പറഞ്ഞോ, അവിടുന്ന് അവധിക്ക് ഞാൻ തിരികെ വരുമ്പോ 3 ആളെയും കൂട്ടി വരാം. അപ്പച്ചി ഇനി എന്തൊക്കെ പറഞ്ഞാലും മറുത്തൊന്നും പറയരുതെന്നാ കണ്ണേട്ടൻ പറഞ്ഞേക്കുന്നത്. ഞാനിനി മോളെ വിഷമിപ്പിക്കാനൊന്നും പോകുന്നില്ല. എന്റെ മനസ്സില് കുറച്ച് അഴുക്കടിഞ്ഞു കൂടിയിരുന്നു. അതൊക്കെ പൂർണ്ണമായിട്ട് പോയിന്ന് പറയാം. അതുകൊണ്ടിനി ഞാൻ പഴയപടിയാവില്ല. മഞ്ജുന് മാറ്റമൊന്നുമില്ല അല്ലേ? അതാ ഇപ്പോഴുള്ള വിഷമം. ഇവിടെ ഒരാളുണ്ട്, കാർത്തൂനെ കടിച്ചു കീറാനുള്ള ദേഷ്യമുള്ള ഒരാള്. എന്തു പറഞ്ഞാലും ചെവി കൊടുക്കണ്ട. എനിക്കിപ്പോ 3 മക്കളാ. എന്റെ മോളായിട്ട് തന്നെയാ ഞാനിപ്പോ കാർത്തൂനെ കരുതിയിരിക്കുന്നെ. അവിടെ മോൾക്ക് ശ്വാസം മുട്ടലാണെങ്കിൽ ഇവിടെ വന്ന് നിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. മഞ്ജുവിന് എനിക്ക് പേടിയ മോളെ. അവൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊന്നും നടക്കാത്തോണ്ട് കൊല്ലാൻ പോലും മടിക്കില്ല. മോൾ ഒരുപാട് സൂക്ഷിക്കണം. മാറി താമസിക്കാന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. ജോലിക്ക് പോകുമ്പോ കൂടെ കൂട്ടാന്നും പറഞ്ഞു. ഇയാള് സമ്മതിക്കുന്നില്ല. അമ്മയെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിക്കുന്നത് ശരിയല്ലെന്ന് ഇയാള് പറയുന്നത്. അങ്ങനെ തന്നെ വേണ്ടത്. പക്ഷേ എന്റെ മോൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. അവൾക്ക് അടുക്കളയിൽ ആരെയും സഹായിക്കണമെന്നുമില്ല. എന്നാ വച്ചു വിളമ്പി കൊടുത്തതൊക്കെ കഴിച്ചിട്ട് തിരിഞ്ഞു കൊത്താതിരുന്നൂടെ? അതുമില്ല. മോള് വാ. ഒരിക്കലും അല്ല. അഭിനയാണെങ്കിലേ ഇത്രത്തോളം ഒന്നും പോവില്ല. അമ്മയുടെ സ്വഭാവം വെച്ചിട്ട് അവളെ കൊന്നിട്ട് ഒരു മൂലക്കിരുത്തിയനെ. അതുകൊണ്ട് ഇത് അഭിനയം അല്ല നന്ദുവേട്ടാ, ആത്മാർത്ഥമായുള്ള സ്നേഹം. ജയിലിൽ നിന്നിറങ്ങി ഒരുത്തൻ ഭീഷണിപ്പെടുത്തിയെന്ന് കരുതി അപ്പച്ചി ഇതുപോലെ മാറില്ല. അങ്ങനെയാണെങ്കിൽ കാരണം വേറെ. ഈ കാർത്തു അനാഥയായിരുന്നല്ലോ. ഇനി അപ്പച്ചിക്ക് അറിയാവുന്ന ആരുടെയെങ്കിലും മകളായിരിക്കൂ ഈ കാർത്തു. അപ്പച്ചിക്ക് അടുപ്പുള്ള ആരുടെയെങ്കിലും മകളായാലും ഇതുപോലെയൊക്കെ സംഭവിക്കാലോ. എന്നാലും മക്കളെക്കാളും അവളെ സ്നേഹിക്കൂ. ഞങ്ങൾ മക്കളുടെയും നിങ്ങൾ അനന്തരവന്മാരുടെയും കാര്യത്തില് അമ്മയ്ക്ക് നല്ല സ്വാർത്ഥത ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള അമ്മ ഒരിക്കലും നമ്മളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് അവളെ ഇങ്ങനെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കില്ലായിരുന്നു. ആ, അവളുടെ അടുത്ത ആരാധിക എത്തി. എന്റെ അമ്മായി, ജയിൽ പുള്ളി വളർത്തിയവളെ ഇവിടെ നിർത്തണോ അതോ എന്റെ വീട്ടിൽ നിർത്തണോ? ഈ വീടിന്റെ മരുമകളായിട്ടാ കാർത്തു വന്നത്. പക്ഷെ ഇപ്പൊ അടിക്കടി അമ്മ അങ്ങോട്ട് ക്ഷണിക്കുക. നല്ല സ്വഭാവമുള്ളവരെ ബന്ധുക്കൾ കൂടെ നിർത്താൻ ശ്രമിക്കും. അയ്യോ, ഞങ്ങളൊക്കെ മോശക്കാരാ. എന്നാ പിന്നെ അവൾ അവിടെ തന്നെ നിക്കട്ടെ. എന്തിനാത്? ഇതേ ഇവന് മാത്രമുള്ളതല്ല, അരുണിനും കൂടി അവകാശപ്പെട്ട വീടാ. ഇവിടേക്കാ കാർത്തുവിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ട് മൂത്ത മരുമകൾക്കുള്ള എല്ലാ അവകാശവും ഇളയ മരുമകൾക്കും ഉണ്ട്. ചുരുക്കി പറഞ്ഞ ഞങ്ങൾക്ക് ഇവിടെയും ഇല്ല അവിടെയും ഇല്ല. നമ്മള് പുറമ്പോക്കായിരുന്നു കേട്ടാ. കാഴ്ചക്ക് ചെറുതാണെങ്കിലും മഞ്ജു എടുത്തേക്കാളും മൂത്തതാ കാർത്തു. അതുകൊണ്ടായിരിക്കും മൂത്ത മോളാണെന്ന് പറഞ്ഞത്. പിന്നെ ഇതിനൊക്കെ ഇടയിലും ദേവ ആരും കാണാതെ നന്നായി കരയുന്നുണ്ട്. ഞാൻ അടുത്തേക്ക് ചെല്ലുമ്പോ പെട്ടെന്ന് കണ്ണീര് തുടച്ച് ചിരിക്കാൻ ശ്രമിക്കും. പക്ഷെ എനിക്കറിയാം ഉള്ളു പിടഞ്ഞാ കരയുന്നത്. എനിക്കും അത് പലപ്പോഴും തോന്നിയിട്ടുണ്ടെങ്കിലേ. പഴയ പ്രതാപത്തിലൊന്നും അല്ല അപ്പച്ചി ഇപ്പൊ നടക്കുന്നത്. എന്തൊക്കെയോ വേദനയുണ്ട്, അത് ഉറപ്പാ. വെറുതെ ഓരോന്ന് ചോദിച്ചു വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല. എങ്കിലും ഇത്രയേറെ ദേവയെ സങ്കടപ്പെടുത്തുന്ന വിഷമം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അത് കണ്ണേട്ടനുമായിട്ട് ബന്ധപ്പെട്ട എന്തോ കാര്യ. മുത്തച്ഛൻ അതേപ്പറ്റി അറിയാൻ തോന്നുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള വിവാഹത്തിന് മുമ്പ് അയാളുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. മോന്റെ അമ്മയോട് ചോദിച്ചില്ലേ? ചോദിച്ചു. അമ്മയ്ക്കൊന്നും അറിയില്ല. പിന്നെ ഇനി കല്യാണത്തിന് മുമ്പുണ്ടായൊന്നും ചെകയാൻ ഞാൻ നിൽക്കുന്നില്ല. ഇത്രയും നാൾ ഭക്ഷണം ഉണ്ടാക്കി തന്ന പുരുഷേട്ടൻ തന്നെയായിരുന്നു വിളമ്പി തന്നുകൊണ്ടിരുന്നത്. ഞാനും ദേവയും മക്കളും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നത് തന്നെ അപൂർവമായിരുന്നു. എന്നാ ഇപ്പോ ദേവ അടുക്കള കയറുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടൊക്കെ വിളമ്പി തരുന്നുണ്ട്, ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു. ഈ പ്രായത്തില് അതൊക്കെ എനിക്ക് ലോട്ടറി. ആദ്യമൊക്കെ അനന്തവും മഞ്ജുവും അങ്ങനെയായിരുന്നു. എന്നിട്ട് അവസാനം ഇപ്പോ കുട്ടികൾക്ക് വേണ്ടി സകല ട്രീറ്റ്മെന്റ് നടത്താ എല്ലാ അമ്പലങ്ങളിലും പോവാ.
ഒന്നിനും താമസം പാടില്ല. കുഞ്ഞുങ്ങളെന്ന് വെച്ചാ ദൈവത്തിന്റെ വരദാനമാണ്. ദൈവത്തെ അടുത്തറിയാവുന്ന കാർത്തും അത് മറന്നുപോയല്ലോ. മോളെ വെറുതെ വിഷമിപ്പിക്കണ്ട. കാർത്തു ഭാഗ്യമുള്ള കുട്ടിയാ. അതുകൊണ്ട് എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു കുഞ്ഞ് ഇവർക്ക് എത്രയും പെട്ടെന്ന് ജനിക്കും. നിന്റെ മുടിയൊക്കെ അമ്മ കോതി ഒതുക്കി തന്നോ? അമ്മയില്ലാത്ത കുറവ് നികത്തായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. ഇവിടെ ശല്യം ചെയ്യുന്ന പോരാത്തതുകൊണ്ടായിരിക്കും ഇവളെയും കൂട്ടി എന്റെ വീട്ടിലോട്ട് പോയത്. അപ്പച്ചി വിളിച്ചിട്ടാ പോയത്. എനിക്കിഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും എന്തിനാ ഇവളെയും കൂട്ടി അങ്ങോട്ട് പോകുന്നത്? കാർത്തു ഉള്ളപ്പോഴെന്നല്ല, അപ്പച്ചി എപ്പ എന്നെ വിളിച്ചാലും ഞാൻ അവിടെ വരാറുണ്ട്. അത് നിനക്കറിയില്ലേ? നിനക്ക് നാണമില്ലല്ലോടി വിളിക്കുമ്പോ അങ്ങോട്ട് ഓടിപ്പോവാൻ. ഇനി വിളിച്ചാലും പോവും. അതിൽ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. എല്ലാരെയും തമ്മിൽ തല്ലിച്ചിട്ട് അത് കണ്ട് ആസ്വദിക്കുക ഒരുത്തി. അതെ, കാർത്തു എന്ത് ചെയ്തെന്ന് നേരത്തെ പറയുന്നത്? നിങ്ങളോട് ആരോടെങ്കിലും വഴക്കണമെന്ന്? സ്വന്തം കാര്യം നോക്കി വീട്ടുപണിയും ചെയ്ത് ജീവിക്കുകയാണ്. ഒരു ജോലിയില്ലാത്തവരാ മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത്. ആരോരും ഇല്ലാതിരുന്നിട്ടും ഈ തറവാടിന്റെ മരുമകളാവാൻ ഇവൾക്ക് പറ്റി. അത് തന്നെ പുണ്യം. ഇനി ഇവൾക്ക് ഞങ്ങളൊക്കെ വെച്ച് വിളമ്പണോ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മാന്യമായിട്ടൊന്ന് പെരുമാറെങ്കിലും ചെയ്തൂടെ? എനിക്ക് ആരോടും വഴക്കില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോണെന്നേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങളുടെ അമ്മയെ കാണുമ്പോ അപ്പച്ചിയായിട്ടല്ല അമ്മയായിട്ടാ തോന്നുന്നെന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അച്ഛനോട് അമ്മ അങ്ങനെ സംസാരിക്കുന്നത് കേട്ടു. അത് സത്യ. അപ്പച്ചിയെ കാണുമ്പോ ഇയാൾക്ക് സ്വന്തം അമ്മയെ പോലെ ഫീൽ ആവുന്നു പറഞ്ഞു. അമ്മയില്ലാത്തവളുമാർക്ക് അങ്ങനെയൊക്കെ തോന്നും. അതിനെ ഞങ്ങളുടെ അമ്മയായിട്ട് കാണണ്ട. റോഡിലോട്ട് ഇറങ്ങുമ്പോഴേ വഴി കൂടി പോകുന്ന സ്ത്രീകളെയൊക്കെ സൂക്ഷിച്ചു നോക്കണം. അവരിൽ ആർക്കെങ്കിലും നിന്റെ മുഖമായിട്ട് സാമ്യം കാണും. അവരെ നീ അമ്മയായിട്ട് കാണണം. കാണണോന്ന് തോന്നുമ്പോ അങ്ങോട്ട് വന്നൂടെ? പകൽ സമയത്തൊന്നും അവിടെ ഉണ്ണേട്ടൻ കാണില്ലല്ലോ. ഞാൻ നിന്നെ ഇപ്പൊ വിളിപ്പിച്ചതേ കണ്ണേട്ടൻ അമ്മയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനാ. അവരെ അവിടെയിട്ട് കഷ്ടപ്പെടുത്തുന്നില്ല എന്ന് നീ ഉറപ്പ് പറഞ്ഞാലും എനിക്കതിലത്ര വിശ്വാസം പോരാ. എടീ, നമ്മൾ തമ്മിലുള്ള ബന്ധമൊക്കെ ഉണ്ണിയോട് വെട്ടിത്തുറന്ന് പറയുന്നുകൊണ്ട് നീയും നിന്റെ അമ്മയും കൂടി അവരെ ഒതുക്കിയിട്ടേക്കാന്നുള്ള കാര്യം ഉറപ്പാ. എടീ, കഷ്ടമല്ലേടി? കണ്ണേട്ടൻ ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞു. ഇപ്പോഴാണെങ്കിൽ അമ്മയോടുള്ള കണ്ണേട്ടന്റെ ദേഷ്യവും കുറഞ്ഞു. എന്നാ പിന്നെ മൂത്ത മോന്റെ ഒപ്പം അമ്മയെ വിട്ടുകൂടെ? അത് വേണ്ട ദീപേട്ട. അപ്പച്ചിയുടെ തറവാടാ, അവിടെ തന്നെ അപ്പച്ചി നിന്നോട്ടെ. അവരവിടുന്ന് പോയാ പിന്നെ ആ വലിയ വീടും പറമ്പും ഒക്കെ നോക്കേണ്ടി വരുന്നത് സുധാമണിയായിരിക്കും. അവരെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഒരു ജോലിക്കാരിയെ വെക്കാനും നിന്റെ ഭർത്താവ് സമ്മതിക്കേയില്ല. അവൻ പിശുക്കനാണല്ലോ. പിന്നെ ജപ്തിയൊക്കെ നടക്കുന്നോണ്ട് പഴയ പ്രതാപത്തിലല്ല താനും. അപ്പൊ പിന്നെ ഒരു ജോലിക്കാരെ അധികം പറ്റാം. അങ്ങനെ വരുമ്പോ അപ്പച്ചിയുടെ തറവാട്ടിൽ അപ്പച്ചി താമസിക്കട്ടെ എന്ന് കരുതി അവരെ അവിടുത്തെ ജോലിക്കാരിയാക്കി. ഇപ്പോഴും അത് തന്നെയാണല്ലോ നടക്കുന്നത്. ഞാൻ ഉറപ്പ് തരുമോ, ഇനി അപ്പച്ചി കഷ്ടപ്പെടുത്തില്ല. ഒരു കുറവും അപ്പച്ചിക്ക് വരുത്തില്ല. കഴിഞ്ഞ ഒരു ദിവസം ഉച്ചയൂണ് വേണോന്ന് പറഞ്ഞു തന്ന കണ്ണേട്ടന്റെ അമ്മ ആഹാരം കഴിക്കുന്നത് കണ്ടിട്ട് അവര് ഭക്ഷണം കാണാത്തതുപോലെ കഴിച്ചെന്നാ കണ്ണേട്ടനും പൗത്രടുത്തൊക്കെ പറഞ്ഞത്. എല്ലാം വച്ചു വിളമ്പുന്നു എന്നല്ലാതെ അവർക്കൊന്നും കൊടുക്കുന്നില്ല എന്ന് രണ്ടാൾക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാ അമ്മയെ കൂടെ നിർത്തിയാൽ എന്താന്ന് അവരെ ആലോചിക്കുന്നത്. നമുക്കൊന്നൂടെ ഡോക്ടറെ കാണാം. എല്ലാവരുടെയും വിഷമം തീർക്കാൻ ശ്രമിക്കാം. ഇപ്പൊ പക്ഷെ എന്നെ അലട്ടുന്നത് ഞാൻ പറഞ്ഞല്ലോ, സാറിന്റെ അപ്പച്ചിയാ. മിക്ക ദിവസങ്ങളിലും ഓരോരോ ദുസ്വപ്നങ്ങൾ കാണും.
ഞാൻ കാണുന്ന സ്വപ്നങ്ങളിൽ അപ്പച്ചി എന്നെ അടക്കി പിടിക്കുന്നുണ്ട്. ചിലപ്പോ അപ്പച്ചി ഭ്രാന്തിയെ പോലെ നടക്കുന്നുണ്ട്. കണ്ണടച്ചു കഴിഞ്ഞാ അതൊക്കെയാ മുന്നിൽ തെളിയുന്നത്. അങ്ങനെ സ്വപ്നം കണ്ട് ഉണർന്നു കഴിഞ്ഞാ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. ആ സമയത്തൊക്കെ സാറ് നല്ല ഉറക്കായതുകൊണ്ടാ ഞാൻ വിളിക്കാത്തത്. അപ്പച്ചിയെ പറ്റി താനിപ്പോ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്. എന്താണ് ഈ സ്നേഹത്തിന് പിന്നിലെന്ന് ആലോചിക്കുന്നുണ്ട്. പിന്നെ അതിന്റെ പേരില് ഏട്ടത്തെയും മാളും ഒക്കെ കാർത്തൂൻ ശത്രുവായിട്ട് കാണുന്നുണ്ട്. അതെന്നെ അലട്ടുന്നുണ്ട്. എല്ലാം കൂടി ഇങ്ങനെ മനസ്സിനകത്ത് കുഞ്ഞുകൂടി കിടക്കുന്നോണ്ടാ അത് സ്വപ്നമായിട്ട് വന്ന് ശല്യം ചെയ്യുന്നത്. എന്തോ അറിയില്ല, ഇന്ന് രാവിലെ മുതൽ മനസ്സ് വല്ലാതെ പെടയോ. അതുകൊണ്ടാ പൂജാമുറിയിൽ ഒരുപാട് സമയം ചെലവഴിച്ചത്. അതിനു ഏട്ടത്തെ കുറ്റപ്പെടുത്തി ദൈവങ്ങളെ വശീകരിക്കുകയാണോന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇത്തിരി മനസമാധാനത്തിന് വേണ്ടിയാ ഞാൻ അത്രയും നേരം പ്രാർത്ഥനയോടെ കഴിഞ്ഞത്. സന്ധ്യാസമയത്തും അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ടും നെഞ്ചെടുപ്പിന് ഒരു കുറവുമില്ല. തന്നെ ഇഷ്ടപ്പെടുന്ന അപ്പച്ചയെ കുറിച്ച് അധികം ചിന്തയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിടയിൽ വരേണ്ട ഒരാളുണ്ട്. അയാളെ പറ്റി ഇനി ചിന്തിക്കേണ്ടത്. അതൊരു പരാതിയായിട്ട് ഇപ്പൊ തന്നെ അലട്ടുന്ന അപ്പച്ചിയും ചോദിച്ചു തുടങ്ങി. ഒരു കുഞ്ഞ് കുടുംബത്തിന് അടുത്തത് തന്നെയാ. അതില്ലാത്തത് കൊണ്ടാ ഏട്ടത്തിക്ക് കോംപ്ലക്സും അമർഷവും ഒക്കെ. അവർക്ക് മുന്നേ നമുക്കൊരു കുഞ്ഞ് ജനിച്ചാ അത് കൂടില്ലേ? എടോ, എന്ന് കരുതി താൻ കുഞ്ഞിനെ വേണ്ടാന്ന് നോക്കിയാണോ? എന്നല്ല, ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. എടോ, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട്. എനിക്ക് 30 കഴിഞ്ഞു. തനിക്ക് അമ്മയാകേണ്ട പ്രായവും. അത് നമ്മൾ സീരിയസ് ആയിട്ട് കാണണം. നീചനായ ഒരുത്തൻ ചെയ്ത പ്രവർത്തികള് ഇനിയും മനസ്സിൽ കിടക്കാൻ പാടില്ല. നമ്മൾ തമ്മിൽ ഇപ്പൊ എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്നൊക്കെ കണ്ണേട്ടൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പൊ കുഴപ്പമൊന്നുമില്ലാന്ന്. അത് കണ്ണേട്ടൻ വിഷമിക്കാതിരിക്കാൻ പറഞ്ഞതാ. എന്നാ കുറച്ചു കഴിയുമ്പോ ചോദ്യങ്ങൾ കൂടും, മറുപടിയും കൊടുക്കണം. അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാനാ ഞാനിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞുങ്ങളുടെ കാര്യവും പറഞ്ഞു കുത്തുന്നേ. എല്ലാം ശരിയാവും സാർ. എന്റെ സ്വഭാവം മാറണേന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാ കിടക്കാം. ഉറങ്ങിയില്ലേ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ശരത്തേട്ട. അത് ആഹാരം കഴിക്കാത്തതുകൊണ്ടാ? അല്ല, എനിക്കെന്തോ നല്ല സുഖം തോന്നുന്നില്ല. ഇങ്ങനെയായാൽ താൻ ആകെ കോലം കെട്ടുപോകും ദേവേ. എന്താ തനിക്ക് പറ്റിയെന്ന് ചോദിച്ചു മടുത്തെല്ലാരും. ഇനി അതേപ്പറ്റി സംസാരിക്കുന്നതിൽ അർത്ഥമില്ല. എന്നാൽ തന്റെ ആരോഗ്യസ്ഥിതി വഷളായി വരുന്നതിൽ ആശങ്കപ്പെട്ടേ പറ്റൂ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആഹാരം കഴിക്കാതെ ഉറങ്ങാതിരിക്കുന്ന ഒരാൾക്ക് ഒരു കുഴപ്പമില്ലെന്നും മറ്റുള്ളവർക്ക് ധരിക്കാൻ പറ്റുമോ? അവള് വരികയാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അതിന് തർക്കമൊന്നും വേണ്ട. ഞാൻ അപ്പച്ചിയോടൊന്നും ചോദിച്ചിട്ടില്ല. ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ചില ചോദ്യങ്ങൾ അറിയാതെ നമ്മുടെ മനസ്സിലുണ്ടായെന്ന് വരും. അപ്പച്ചി മക്കളെക്കാളും കൂടുതൽ കാർത്തൂനെ സ്നേഹിക്കാൻ കാരണം എന്താ? അത് നിന്നെയൊന്നും പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം എനിക്കില്ല. അവളെ ഇവിടുന്ന് ഓടിക്കണോന്ന് ഇവൾക്ക് ക്ലാസ് കൊടുത്ത് അപ്പച്ചിയല്ലേ? അത് ഞാൻ നിഷേധിക്കുന്നില്ല. എന്റെ അറിവ് കേടുകൊണ്ട് അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു. സംഭവിക്കാൻ പാടില്ലാത്തത് പലതും സംഭവിച്ചു. എന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നു
ഈ വീടിന്റെ മരുമകളാവാൻ അവളെക്കാളും യോഗ്യതയുള്ള പെൺകുട്ടികൾ ഇല്ല എന്ന്. അവളെ അരുൺ കെട്ടാതിരിക്കാനായിട്ട് തലവഴി മണ്ണെണ്ണ ഒഴിച്ച അമ്മയാ എന്റെ അമ്മ. അന്ന് ഞാൻ കത്തി തീർന്നിരുന്നുവെങ്കിൽ എനിക്ക് വലിയൊരു നഷ്ടം സംഭവിച്ചേനെ. കാർത്തൂന്റെ സ്വഭാവം, അവളുടെ മനസ്സ്, അത് എനിക്ക് കാണാൻ കഴിയാതെ പോയേനെ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ല ഞാൻ വന്നത്. ഇനി ഇവിടേക്ക് വരുന്നതും അതിനായിരിക്കില്ല. അരുണിനെ പോലെ തന്നെ അവന്റെ ഭാര്യയും എനിക്ക് വേണ്ടപ്പെട്ടവൾ തന്നെ. അവളെ കാണണം, അവളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. എല്ലാ ഇഷ്ടത്തിനും ഒരു കാരണമുണ്ടല്ലോ അപ്പച്ചി. ഇതുവരെയുള്ള വാശിയും വൈരാഗ്യം എല്ലാം വിട്ടിട്ട് അവളെ ഇങ്ങനെ താലോലിക്കാൻ മാത്രം അവൾ എന്ത് നന്മയാ അപ്പച്ചിക്ക് ചെയ്തത്? അവളല്ല, അവള് പോയി കാണുന്ന മന്ത്രവാദികളായിരിക്കും അത് ചെയ്തത്. മന്ത്രവാദികളല്ല, അവള് പോയി കാണുന്ന, അവള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ. അവളെ കാണാൻ വരുന്ന അമ്മയെ എനിക്ക് കാണണ്ട. ഞാൻ വരുമ്പോ നീ എന്നെ നോക്കണ്ട. ഇതേ എന്റെ ഏട്ടന്റെ വീടാ. നിനക്കിത് ആരും എഴുതി തന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ വരും. അപ്പച്ചിക്ക് എന്താ പറ്റി? മോൾക്ക് ഒരുപാട് ദ്രോഹങ്ങൾ അമ്മ. അല്ല, അപ്പച്ചി ചെയ്തില്ലേ? അതേപ്പറ്റിയൊക്കെ ഓർത്തോണ്ട വന്നത്. അമ്മയില്ലാത്ത കുട്ടിയെ മോള്. എന്നിട്ടും ഒരമ്മയുടെ സ്നേഹം തരാതെ അന്യ പെൺകുട്ടിയാണെന്ന് കരുതി മോളെ ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് കരയിച്ചു. അതൊക്കെ ഇപ്പോ ഒരു വല്ലാത്ത ഭാരമായി മനസ്സിനകത്ത് കിടക്കുക. അതൊന്നും സാരമില്ല. അപ്പച്ചി സ്നേഹിച്ചു കഴിഞ്ഞപ്പോ മുമ്പ് നടന്നതൊക്കെ ഞാൻ മറന്നു. എങ്കിലും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല മോളെ. അയ്യോ, ഇവളെ എടുത്ത് പൊക്കാൻ പറ്റുമെങ്കിലേ എടുത്തങ്ങ് പൊക്കമ്മേ. എന്നിട്ട് താരാട്ട് പാടും. നീ മിണ്ടരുത്. ഞാൻ പറഞ്ഞല്ലോ, കാർത്തൂനി എനിക്കെന്റെ മോളെ പോലെയാ. അതുകൊണ്ട് ചിലപ്പോ താരാട്ട് പാടും, കൊഞ്ചിക്കും. ഒരമ്മയുടെ സ്നേഹം അറിയാതെ വളർന്ന കുട്ടിയ. അതുകൊണ്ട് അതിനൊക്കെയുള്ള അർഹത കാർത്തൂനുണ്ട്. നീ ഭക്ഷണത്തിനകത്ത് എന്തെങ്കിലും അമ്മയ്ക്ക് കലർത്തി കൊടുത്തോടി. മോള് വച്ച് വിളമ്പുന്ന ഭക്ഷണത്തിൽ ഒരു മായവും കലർത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ സ്നേഹത്തിന്റെ കാര്യത്തിലും മോൾ ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവരെയും സ്നേഹിക്കുന്നത്. അതുകൊണ്ടാ കാർത്തൂൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നേ. ആയിക്കോട്ടെ, എന്നാ സ്നേഹിച്ചോ, ചേർത്ത് പിടിച്ചോ. പിന്നെ എപ്പോഴെങ്കിലും പറയാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ പേരോടൊന്ന് പറഞ്ഞേക്കണം, കാർത്തൂന്റെ അച്ഛന്റെ. ചതിച്ചാണെന്നറിയാം, എങ്കിലും അയാൾ ജീവനോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തഴമ്പ് മാത്രമുള്ള കയ്യാ. ഒന്ന് പൊട്ടിച്ചാ പിന്നെ മരണം വരെ ആ പാടെ കവളത്ത് തന്നെ കാണും.
ഹായ് ബെഞ്ചമിൻ. ആ എന്തായി? നാട്ടിലെത്തിയിട്ട് 4-5 മാസം കഴിഞ്ഞല്ലോ. ഇതിനിടയ്ക്ക് ഒരിക്കലെങ്കിലും അയാളെ കണ്ടോ? തന്റെ കഥയിലെ നായിക ദേവനന്ദൻ. ഹലോ. ഇല്ല, കണ്ടില്ല. കാണാൻ ശ്രമിച്ചില്ലേ? എന്താ നീയൊന്നും മിണ്ടാതെ? അവളിന്നൊരു ഭാര്യയാണ്, അമ്മയാണ്, അത്ര മാത്രം അറിയാം. ഓക്കെ ബെഞ്ചമിൻ, ഞാൻ രാത്രി തന്നെ വിളിക്കാം. ഓക്കെടാ, ടേക്ക് കെയർ. താങ്ക് യു. എല്ലാം കാണുന്ന ദൈവങ്ങളെ, ഇതെല്ലാം നേരത്തെ കരുതി വെച്ചതാ. അതുകൊണ്ടാ എന്റെ അനിയൻ കാർത്തൂനെ തള്ളിക്കളഞ്ഞതും അരുൺ ഈ നാട്ടിലേക്ക് വന്നതും കാർത്തൂനെ ഇഷ്ടപ്പെട്ടതും ഒക്കെ. അച്ഛനും അമ്മയും കാട്ടിൽ എറിഞ്ഞാലും ശരി, ജനന സമയം നല്ലതാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞ് ജീവിക്കും. അതിന് തുണയായിട്ട് പലരും വരികയും ചെയ്യും. ദീപ, നിന്റെ ചോദ്യം ഏതായാലും നന്നായി. അരുൺ സാറിന്റെ അപ്പച്ചിയും കണ്ണനും തമ്മിൽ പ്രേമത്തിലായിരുന്നു എന്നല്ലേ? എടാ, ചെറുപ്പകാലത്ത് അവൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നടാ ഈ നാട്ടില്. ആ, അവരെല്ലാം അവനെ വിളിച്ചിരുന്ന എന്താണെന്നറിയോ? പോത്തേന്ന്. മറ്റൊന്നും കൊണ്ടല്ല, ഒരൊറ്റ എണ്ണത്തിന് അവൻ കണ്ടതായി പോലും നടിച്ചിട്ടില്ല. പിന്നെന്തായിരിക്കും പപ്പേട്ട അവർ രണ്ടാളും തമ്മിലുള്ള ബന്ധം? അവൻ എന്നോടെല്ലാം പറയുന്നതാ. പക്ഷെ എന്താണെന്നറിയില്ല, ഈ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടില്ല. താൻ വന്നായിരുന്നോ? വന്നതുകൊണ്ടല്ലേ കണ്ടത്. തന്നെ ഞാൻ ശരിക്കും ഒന്ന് കണ്ടോട്ടെ. എന്നെ കാണുന്ന എല്ലാവരും ഇപ്പൊ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഒരു 10 കിലോ കുറഞ്ഞടോ. മനപ്രയാസോ? എന്തിന്?
താൻ ജയിലിൽ കിടക്കുന്നതിന്റെ മനപ്രയാസം. എനിക്കിപ്പോ എന്തു പറഞ്ഞാലും ചിരി വരത്തില്ല. അതുകൊണ്ട് തമാശ പറയരുത്. എടോ, ഞാൻ ജയിലിലായതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് താനാണെന്ന് എനിക്കറിയാം. കിട്ടിയ പൈസ കൊണ്ട് എന്റെ കുടുംബത്തെ സഹായിക്കാത്തതിൽ എനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷെ കള്ളം പറയരുത്. എന്ത് കള്ള കാരണം ഞാൻ പറഞ്ഞേ? എടോ, ഇതിനു മുമ്പ് താൻ ഇവിടെ വന്നപ്പോ ഒരാൺതുണ വേണമെന്ന് സുധ പറഞ്ഞതായിട്ട് താൻ പറഞ്ഞില്ലേ? അത് പച്ച കള്ളമായിരുന്നില്ലടോ. എന്റെ കരുണ, തന്റെ ഭാര്യ തനിക്കറിയത്തില്ലെങ്കിലേ പിന്നെ ഞാനെന്ത് പറയാനാ? ഞാൻ കൈവിട്ടപ്പോഴേ നമ്മുടെ മഠത്തിൽ കിടക്കിയതിലെ ശിവദാസന്റെ പിന്നാലെയാ തന്റെ കെട്ടിയോള്. അയ്യോ, അവന് പണ്ടേ സുധയിൽ ഒരു കണ്ണുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നല്ല 2 കണ്ണും ഉണ്ട്. അങ്ങേര് സുധയെ തേടി വന്നതല്ല, അവക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പോഴേ അങ്ങോട്ട് ചേക്കേറിയതാ. തല്ലിക്കൊല്ലണോ അവനെ? ഇനി താൻ വിചാരിച്ചാ അയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അയാള് കാശുകാരനും താൻ പാപ്പരുമാ. എന്നാലും തനിക്ക് അവനെ ഒന്ന് വിരട്ടിക്കൂടാടോ? എനിക്കൊരു പരിധിയില്ല കരുണ. താൻ പുറത്തുണ്ടായിരുന്നപ്പോ വേണമെങ്കിൽ നമുക്ക് അവനെ ഒതുക്കാമായിരുന്നു. ഇപ്പൊ അയാളാ കരുത്തൻ. സുധ മിക്കപ്പോഴും അവനെ കാണാൻ പോകാറുണ്ടോ? താൻ ഇനി ഇത് ഞാനാ പറഞ്ഞെന്ന് സുധയോട് എഴുന്നള്ളിക്കരുത്. അവരമ്പലത്തിൽ വെച്ച് മിക്കപ്പോഴും കാണാറുണ്ട്. സുധയെ ശിവദാസൻ സഹായിച്ചു തുടങ്ങിയാ പിന്നെ താൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ പിന്നെ എങ്ങോട്ടെങ്കിലും പോകുന്നതായിരിക്കും നല്ലത്. പിന്നെ അവളുടെ അടുത്തേക്ക് വന്നാലും അവളെ കിട്ടണമെന്നില്ല. ഇതൊക്കെ ഓർക്കുമ്പോഴാ കല്യാണം കഴിക്കാതിരുന്നത് നന്നായി എന്ന് തോന്നുന്നേ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചേച്ചിയുടെ കാര്യം എന്തായി? ചേച്ചിയുടെ കാര്യമോ? എടോ, അവസാനമായിട്ട് സുധ ഇവിടെ വന്നപ്പോ ചേച്ചിയെ കണ്ടില്ല എന്ന് പറഞ്ഞിരുന്നു. അവര് തിരിച്ചു വന്നോ? അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. ചേച്ചി വീട് വിട്ട് പോയെന്നാ 2 ദിവസം മുമ്പേ വന്നപ്പോ അവള് പറഞ്ഞത്. കണ്ടോ കണ്ടോ, കനകേച്ചിയും കണ്ടു കാണും ശിവദാസനുമായിട്ടുള്ള രഹസ്യബന്ധം. അതാ അവരെ അവിടുന്ന് ഓടിച്ചത്. അമ്മയ്ക്കും മോക്കും ഇപ്പൊ രഹസ്യക്കാരുണ്ടല്ലോ. വിശ്വ, ശിവദാസന്റെ ഭാര്യയും ഞാനും തമ്മിൽ മുമ്പ് നല്ല അടുപ്പത്തിലായിരുന്നു. അത് തനിക്കും അറിയാമായിരുന്നല്ലോ. അത് അയാൾക്കും അറിയാം. അതുകൊണ്ടാ സുധയുടെ മേൽ അയാൾ നോട്ടമിട്ടത്. പ്രതികാരം പ്രതികാരം. എന്തായാലും ഇപ്പൊ ജയിലില്ല. പരോളിലിറങ്ങിയ അവന്റെ പള്ളക്ക് ഞാൻ കത്തി കയറ്റും. എന്നാ ശരിയടോ, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഭാര്യയുടെയും മോളുടെയും പോക്ക് എങ്ങോട്ടാണെന്ന് പറയാം. ചിലപ്പോ ശരിയായിരിക്കുവോ ഇവൻ പറയുന്നത്? കഷണ്ടി ആണെങ്കിലും അതിനകത്ത് തലച്ചോറുള്ളത് കൊണ്ട് വിശ്വസിക്കാനും പറ്റില്ല.